ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പം പ്രധാനമായിട്ട് നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ രണ്ട് സിസ്റ്റർമാർ അല്ലെ, മലയാളികളായിരിക്കുന്ന രണ്ട് സിസ്റ്റർമാരെ ഛത്തീസ്ഗഡിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അവർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന വലിയ ആരോപണമാണ്. നമ്മുടെ ഇന്ത്യ പുതിയ നിയമം അനുസരിച്ച് ഇത് നിയമവിരുദ്ധമാണ്. അതായത് നിർബന്ധിത മതപരിവർത്തനം ഇന്ന് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്. അപ്പോൾ നിലവിൽ ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തിയെന്നും നിർബന്ധിത മതപരിവർത്തനം നടത്തി എന്നുമുള്ള ഒരു ആരോപണത്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ആരാണ് ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നതെന്ന് ചോദിച്ചാൽ രസകരമായ കാര്യമാണ്. ബജറംഗദൾ പ്രവർത്തകരെന്ന് പറയുന്ന, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന സംഘടനയായിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രോശിച്ചു വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ വേഷവിധാനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ ഒരു അസ്വാരസ്യം, അസഹിഷ്ണുത. ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭാരതത്തിന്റെ ഉള്ള ആളുകൾ മുഴുവൻ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ മുഴുവൻ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു എന്നതാണ് ഇവരുടെ ആരോപണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടുന്ന ഈ മിഷണറിമാർ ഏകദേശം 19ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് ഇവിടെ വന്നത്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇവർ നടത്തി വന്നിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആരോരുമില്ലാത്ത, പാവപ്പെട്ടവരായിരിക്കുന്ന, വിദ്യാസമ്പന്നരല്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ഒരു മനുഷ്യക്കോലങ്ങൾ ഉണ്ടോ എന്ന് പോലും പറയാൻ സാധിക്കാത്ത, മൃഗതുല്യമായി ആദിവാസികളെ പോലെ മൃഗതുല്യമായി കാട്ടുകളിൽ, ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഒരുപാട് കാട് ഏരിയ ആണ്. ഈ കാടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ പകർന്നു നൽകി അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതുപോലെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് വസൂരി പോലെയുള്ള രോഗങ്ങളും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് ഉപേക്ഷിക്കരുത്. ഒന്ന് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ട കാലഘട്ടങ്ങളല്ല. ഏകദേശം 1800 കാലഘട്ടങ്ങളിലാണ്, 1800 19ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം ആദ്യമായിട്ട് മിഷണറിമാരോട് വരുന്നത്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബജറംഗദൾ പ്രവർത്തകർ എന്ന് വെച്ചാൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അതിലെ ഒരാളാണ് ദാരാസിംഗ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൽസ് എന്ന് പറയുന്ന ഒരു വിദേശ കുടുംബത്തെ, മിഷണറിമാരായിട്ടുള്ള വന്നൊരു കുടുംബത്തെ ഒരു വാഹനത്തിലിട്ട് ചുട്ട് കരിച്ച് കൊന്നുകളഞ്ഞു. അത് വൻ വിവാദമാവുകയൊക്കെ ചെയ്തു. പക്ഷെ ഇത് ചെയ്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രോശമായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മിഷണറിമാർക്ക് മതം മാറ്റി ഒരു വലിയൊരു ഈ പറയുന്ന ക്രിസ്തുവിന്റെ രാജ്യം പോലെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ക്രിസ്ത്യാനികളായിട്ട് മാറ്റണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു അജണ്ട അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ മൊത്തം ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായി മാറിയാൽ. കാരണം അവര് അത്രമാത്രം പ്രവർത്തനങ്ങൾ, നമുക്കറിയാം മദർ തെരേസ കൊൽക്കത്തയിൽ വന്നു. മദർ തെരേസ ഒരു വിദേശിയാണ്. കൊൽക്കത്തയിൽ വന്ന് ഇവിടെ താമസിച്ചു. അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അത്താണിയായി മാറി. ഒരുപാട് തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ആളാണ് മദർ തെരേസ. അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾക്ക് വേണ്ടത് കൊടുത്തു കഴിയുമ്പോൾ അതിലേക്ക് ചില ആളുകൾ ആകർഷണമായിട്ട് വരും. അത് സ്വാഭാവികം മാത്രം, അത് നിർബന്ധിത മതപരിവർത്തനമല്ല. നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണത്. അതിനെ നിർബന്ധിത മതപരിവർത്തനമായി മാറ്റിക്കൊണ്ട് ഒരു മതത്തിനെതിരെ, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന മിഷണറിമാർക്കെതിരെ ഇങ്ങനെ കാണിക്കുന്ന ഈ ചിന്ത എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു മെന്റാലിറ്റിയാണത്. അതിന് കുണപിടിച്ചു കൊടുക്കുന്ന ആരാണ്? നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടികളാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ BJP ഒക്കെ കൂടെയുണ്ട്, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇതിന് അന്വേഷണത്തിന് പോയിട്ടുണ്ട്. അനൂപ് ആന്റണിയും ഒക്കെ പോയി അവിടുത്തെ
ആഭ്യന്തരമന്ത്രിയായിട്ടൊക്കെ ചർച്ച നടത്തിയെന്ന് പറയും. ഛത്തീസ്ഗഡിന്റെ ആഭ്യന്തരമന്ത്രിയുടെ ചർച്ച നടത്തിയെന്ന് പറയും. ഇതെന്തിനാണ് ഇതിന്റെ പ്രഹസനം എന്നാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം. ശരിയും നമ്മളെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഒരു ചെവിട്ടത്തടിക്കും മറ്റേ ചെവിട്ടോട് കാണിച്ചു കൊടുക്കുന്നത് ക്ഷമയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളോട് ഇങ്ങനെ പുറത്തിറങ്ങി പ്രക്ഷോഭിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ കോലവും മാറിയില്ലെങ്കിൽ നമ്മൾ പുറത്താക്കപ്പെടും. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ആ നയം ഇന്ന് നമ്മൾക്ക് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഈ കാലഘട്ടത്തിലല്ല. കാരണം പ്രതികരിക്കേണ്ടത് നമ്മൾക്ക് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ചെവിട് കാണിച്ചു കൊടുത്ത മറ്റേ ചെവിട് കാണിച്ച് രണ്ട് ചെവിടിൽ നമ്മൾ അടി വാങ്ങിയിട്ട് നമ്മൾക്ക് മാറേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുക, അത് ശരിയാണ്. പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ആരെ ആക്രമിക്കാൻ പോകുന്ന ഒരു പ്രകൃതം ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവര് ആരെ ആക്രമിക്കുന്ന ഒരു പ്രകൃതമല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിന്റെ കാര്യത്തിലേക്ക് പറയാനുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇവിടെ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് ഇന്നേ വരെ ഒരു ലേബലും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഒരു സ്കൂൾ തുടങ്ങിയാലും ഒരു കോളേജ് തുടങ്ങിയാലും ഒരു ആശുപത്രി തുടങ്ങിയാലും അവിടെ എല്ലാം നാനാജാതിയിലുള്ള ഏത് മതത്തിലുള്ള ആളുകൾക്കും അവിടെ എത്തിച്ചേരാം, അവർക്കവിടെ പഠിക്കാം, അവർ സ്ഥാപനങ്ങളിൽ പഠിക്കാം. ഒരു പ്രയോറിറ്റിയും ഒരു ക്രിസ്ത്യാനിയും കൊടുത്തിട്ടില്ല. ഇന്നേ വരെ ഒരു പ്രയോറിറ്റിയും ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മതം നോട്ടല്ല, ഒരു മതേതരത്വം മാത്രം മുറുകെ പിടിക്കുന്ന ഒരു മതമാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ്. ആരെയും വിമർശിക്കാനോ എതിർക്കാനോ ഉള്ള പക്ഷെ ചില സാഹചര്യങ്ങളിൽ വരുമ്പോൾ നമ്മൾ വിമർശിക്കപ്പെടാതിരുന്നാൽ ചില പുഴുക്കുത്തുകൾ നമ്മൾക്കെതിരെ കുത്തിക്കൊണ്ടേയിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ പ്രശ്നം പറയുമ്പോ ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തില് ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നിർത്തുക. ആർക്കും ഒന്നും ചെയ്തു കൊടുക്കണ്ട. ഒരാൾക്ക് ചെയ്തു കൊടുത്താലും റിസൾട്ട് ഉണ്ടാവാത്തൊരു കാലഘട്ടത്തിൽ അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഒരു ത്യാഗം ഒരാൾക്ക് ചെയ്തു കൊടുക്കണ്ട. ഈ പറയുന്ന മിഷണറി എന്ന് പറയുന്ന വാക്കും വെച്ച് ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി ചെല്ലണ്ട. അവർക്ക് പരാതി ഉണ്ടാവില്ല. ഈ പറയുന്ന ബജ്രംഗൾ പ്രവർത്തകരും വിശ്വഹിന്ദു പരിഷത്തും RSS എല്ലാവരും കൂടി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കട്ടെ. രാജ്യം സമ്പന്നമാകുന്ന രീതിയിൽ ഒരുപാട് സാധാരണക്കാരായ ഒന്നുമില്ലാത്ത മനുഷ്യരെ, മൃഗതുല്യമായി നടക്കുന്ന മനുഷ്യരെ മനുഷ്യരാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിഷണറിമാർക്കെതിരെ ഇങ്ങനൊരു നിയമം എടുക്കുന്ന സ്വഭാവമായിട്ട് എന്തിനാണ് ഇത് പറയാൻ പോകുന്നത്? നമുക്കിവിടെ ഒരുപാട് സമൂഹത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടി സഭ നിർത്തണം എന്ന് തന്നെ പറയുന്നത്. സഭയുടെ നയം അതല്ല. നമ്മളെ ബൈബിൾ പഠിപ്പിച്ചതും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മാറുന്ന കാലഘട്ടത്ത് മറ്റുള്ളവർക്ക് അസ്വസ്ഥ ഉണ്ടാകാതെ, മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോയാൽ ഈ വരും കാലഘട്ടങ്ങളിൽ പ്രശ്നങ്ങളില്ലാതെ പോകും. പിന്നെ കത്തോലിക്ക സഭയ്ക്ക് ഇതൊരു വിഷയമല്ല. സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഭ പീഡകളിലൂടെ തന്നെയാണ് വളർന്നു വന്നത്. പീഡിപ്പിക്കപ്പെടും തോറും സഭ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇപ്പം ഗൃഹാശ്രയ കൊലപടി ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും ആ പ്രവർത്തനം മിഷണറിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഈ ഒരു മേഖലയിലേക്ക് ഇവർ ചെയ്യുന്ന ത്യാഗം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളും കടന്നു വരുന്നില്ല. എല്ലാവർക്കും വിമർശിക്കാനും പ്രതിഷേധിക്കാനും കേസ് കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിലും ഈ മേഖലയിലേക്ക് ആരും കടന്നു വരാത്തത് കൊണ്ട് തന്നെ ആണ് മിഷണറിമാർക്ക് ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ട് പോയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലമായി ഒരുപക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വയമായിട്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലേക്ക് കടന്നു വരുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെ തടയാനൊന്നും ഇവിടെ നിയമമില്ല. നിർബന്ധിത മതപരിവർത്തനം മാത്രം പാടില്ല എന്ന് മാത്രമേ ഇവിടെ നിയമമുള്ളൂ. നമ്മൾ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും നല്ല ആ കാര്യങ്ങൾ ചെയ്യും, അതിലേക്ക് വരും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി ഒരു കാരണവശാലും ഒരു പ്രവർത്തനങ്ങളുമായിട്ട് പോകരുത്. ഇവിടെയുള്ള ആളുകൾ, ഇവിടെയുള്ള ഭരണകൂടങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ.
ഒരു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നമ്മളിപ്പോഴും ഇങ്ങനെ പീഡനങ്ങളുടെ കാലത്ത് പീഡിപ്പിക്കപ്പെട്ട് ഇങ്ങനെ രണ്ട് ചെറുത്താൻ കടലിനടുക്കാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ നിൽക്കുന്നത്. ഒരു സ്ഥലത്ത് ഇസ്ലാമിക തീവ്രവാദം പൊടിപൊട്ടി വാഴുന്നു, മറ്റു സ്ഥലത്ത് ഇങ്ങനെ വിഷയങ്ങൾ വരുന്നു. ഇപ്പം രണ്ടുപേരുടെ ഒരു നടുക്കായിട്ടാണ് ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഈ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, താങ്ക് യു. ആ സിസ്റ്റർമാർക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും. അത് ഏത് ഭരണകൂടം ആരെയൊക്കെ തകർക്കാൻ നോക്കിയാലും തകർക്കാൻ കഴിയില്ല. അതാണ് ക്രിസ്തീയ വിശ്വാസം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വാക്കിൽ മാത്രമേ ഞങ്ങൾ പ്രതിഷേധം ഉയർത്തുകയുള്ളൂ. വാളെടുത്ത് പ്രതിഷേധം ഉയർത്താൻ ഒരു ക്രിസ്ത്യാനിക്കും കഴിയില്ല. ഞങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല. ഓക്കെ.